ഋഷി, എന്താ ശ്രീലു? ഞാൻ ഇറങ്ങാൻ താമസിച്ചു. എന്നെ ബൈക്ക് ഡ്രോപ്പ് ചെയ്യൂ. അപ്രതീക്ഷിതമായി ശ്രീലക്ഷ്മി അത് പറഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യാന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. രണ്ടു വർഷം മുമ്പ് ആദ്യമായി ശ്രീലുവിനെ കണ്ട നിമിഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബീച്ച് സൈഡിൽ എൻ്റെ സ്ഥിരം ഹാങ് ഔട്ട് പ്ലേസ് ആയ കാഫേയിൽ ഞാൻ കണ്ട പുഞ്ചിരി നിറഞ്ഞ മുഖം, അതാണ് ശ്രീലു. ആദ്യ നോട്ടത്തിൽ തന്നെ മറ്റാരോടും തോന്നാത്തൊരു കൗതുകം എനിക്ക് അവളോട് തോന്നി. കുറച്ചുനേരം ഇഷ്കിയുടെ മുഖം നോക്കിക്കിടന്നു. എന്നിട്ട് അവളുടെ ചെവിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സ്കൂളിൽ എല്ലാവരും ഡ്രാമ ക്ലബിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോ നീ എന്താ അതിൽ ചേരാത്തത്? അന്ന് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെയെങ്കിലും ഉറക്കം നടിച്ചു കിടക്കായിരുന്നു. നീ ഇതും കൂടെ കേട്ടോ. നീ ഇപ്പൊ പറഞ്ഞ ലോക്കലുണ്ടല്ലോ ശ്രാവൺ, എനിക്ക് അവനെ ഇഷ്ടം. ഐ ലവ് ഹിം. ഡു യു ഹാവ് എനി പ്രോബ്ലം? പിന്നീട് ഞാൻ അവളെ കാണുന്ന അതേ ബീച്ചിലെ ഒരു കോണിൽ രാവിലെ ജോഗിങ്ങിന് പോയപ്പോഴാണ്. അവളെ നോക്കി ഞാൻ ആദ്യമായി പുഞ്ചിരിച്ചപ്പോൾ അവളത് അവഗണിച്ചു. പിന്നീടുള്ള ഓരോ ദിവസവും ശ്രീലു ചിരിച്ചില്ലെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു നാൾ അവളും തിരിച്ചു ചിരിച്ചു. അതൊരു നല്ല സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു.
ഋഷി എന്താലോചിച്ചോണ്ട് നിക്കുവാ? ഇപ്പൊ പോയി റെഡി ആവും. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.